കരിയാണെന്ന് വിചാരിച്ച് നിന്റെ മുഖത്ത് കരി തേക്കുകയാണ്. നീ ശകുനം കിട്ടതാണെന്ന് കരുതിയിട്ട്. പിന്നെ ഞാൻ ആശീർവാദത്തിന്റെ സ്ഥാനത്ത് ഞാൻ നിനക്ക് ശാപം തരികയാണ്. നീ ജീവിതത്തിൽ ഒരിക്കലും നീ സന്തോഷമായിട്ടിരിക്കില്ല എന്ന്. പിന്നൊരു കാര്യം, അഭിയുടെ മനസ്സിലുള്ള പ്രിയയുടെ സ്ഥാനം നിനക്ക് ഒരിക്കലും നേടാനും കഴിയില്ല. ഒരിക്കലുമില്ല, കേട്ടോ? അച്ഛമ്മേ അച്ഛമ്മേ അച്ഛമ്മേ, നിങ്ങൾ വളരെ ഹാപ്പിയാണല്ലേ. ഈ സന്തോഷത്തിൽ എനിക്ക് ഒരുപാട് മഞ്ഞൾ തേച്ച് തന്നു. നോട്ട് ഫെയർ. സാരമില്ല. എക്സ്ക്യൂസ് മീ, എനിക്ക് ഒരു നാപ്കിൻ തരൂ. താങ്ക് യു. അച്ഛമ്മ, എന്ത് കുഴപ്പമാ? ഞാൻ അബിയുടെ മനസ്സിൽ സ്ഥാനം നേടിയാലും ഇല്ലെങ്കിലും ഈ വീട്ടിൽ എന്തായാലും ഞാൻ സ്ഥാനം നേടിയല്ലോ. മിസ് തനുശ്രീയിൽ നിന്ന് മിസ്സിസ് തനു മേനോനാവാൻ പോവല്ലേ? സമ്മതിച്ചു. എനിക്ക് പ്രിയയുടെ സ്ഥാനം നേടാൻ കഴിയില്ല, പക്ഷെ പ്രിയയുടെ പേര് കരസ്ഥമാക്കിയില്ലേ? അബി, അബി നീ വന്നോ? നമ്മൾ എത്ര നേരം നിന്നെ വെയിറ്റ് ചെയ്യുന്നു. വാ, കം കം, നമുക്ക് ചടങ്ങുകൾ തുടങ്ങാം. എല്ലാ ഒരുക്കങ്ങളും കഴിഞ്ഞു. വരൂ. വി വെയർ ജസ്റ്റ് വെയിറ്റിംഗ് ഫോർ യു. അബി വരൂ, കമോൺ വരൂ. ഇത് ചടങ്ങാണ്, നമുക്ക് തുടങ്ങണം. ഇരിക്കൂ. തുടങ്ങിയാലോ? അറിയോ, ഈ മഞ്ഞൾ ഞാൻ നിനക്ക് വേണ്ടി എൻ്റെ കൈകൾ കൊണ്ടുണ്ടാക്കിയതാണ്. ഇതിൽ എൻ്റെ സ്നേഹമുണ്ട്, ആശീർവാദമുണ്ട്, പിന്നെ ഗോൾഡിൻ്റെ പൊടിയുണ്ട്. ആൻഡ് ഐ എം ഷുവർ കല്യാണത്തിന് നിന്നെ കാണാൻ നല്ല ഭംഗിയായിരിക്കും. തുടങ്ങിയാലോ? പ്രിയ വന്നു കാണൂ. ഞാൻ അതേപ്പറ്റി പ്രണവിനോട് ചോദിച്ചതുമില്ല. എങ്ങനെ ചോദിക്കും? അവൻ്റെ മുഖത്ത് പോലും നോക്കാൻ പറ്റുന്നില്ല എനിക്ക്. പിന്നെ എങ്ങനെ സംസാരിക്കും ഞാൻ അവനോടത്? അബി നിക്ക്. അബി നോക്ക്, നീ ജീവിതത്തിൽ എപ്പോഴും ശരി മാത്രമേ ചെയ്തിട്ടുള്ളൂ. പക്ഷെ ഈ കാര്യം ശരിയല്ലടാ. ഇപ്പോഴും സമയമുണ്ട്. പ്ലീസ് പ്ലീസ് എന്നെ തടയാൻ ശ്രമിക്കണ്ട. ഒരുപാട് വൈകിപ്പോയടാ. എല്ലാവരും താഴെ കാത്തിരിക്കുക. എനിക്ക് പോയേ പറ്റൂ. പ്രണവ്, ലൈഫിൽ ഇമോഷൻസ് അല്ല, ലോജിക്കിനാണ് പ്രാധാന്യം കൊടുക്കേണ്ടത്. എന്തോന്ന് ലോജിക്കാണ്? പ്രണയിക്കുന്നത് പ്രിയയെ, കല്യാണം കഴിക്കുന്നത് തനുവിന്. നിനക്ക് തോന്നുന്നുണ്ട് നിന്റെ തീരുമാനത്തിൽ എല്ലാവരും ഹാപ്പി ആയിരിക്കുമെന്ന്? തനുവിനെ കല്യാണം കഴിച്ചാൽ നിനക്ക് സന്തോഷമായിരിക്കാൻ കഴിയില്ല, അവളെ സന്തോഷിപ്പിക്കാനും കഴിയില്ല. നോക്കബി, നിന്റെ ഈ തീരുമാനം കാരണം 3 ജീവിതങ്ങൾ നശിപ്പിക്കരുത്. ഞാൻ നിന്റെ മുന്നിൽ അപേക്ഷിക്കുകയാണ്. ഇനി സമയമുണ്ട്, എല്ലാം നിർത്ത്. അബി, ശരി ശരി, കമോൺ. ഇനി ആരാ ചെയ്യുന്നത്? ഓക്കേ, സോ ഞാൻ തന്നെ തുടങ്ങാം. എന്തു പറ്റി ഏട്ടാ? ഏട്ടൻ എന്താ ചിന്തിക്കുന്നേ? എന്റെ കൈ കൊണ്ട് മഞ്ഞൾ പുരട്ടണ്ടേ? ഓക്കെ.
അച്ഛമ്മ ഈ സംഭവിക്കുന്ന ഒന്നും ശരിയല്ല. തനു ഇതിൽ വിജയിച്ചെന്ന് സമ്മതിച്ചു. നമ്മൾ എന്താ അതിന് തോൽവി സമ്മതിക്കണം? ചേച്ചി ആ പ്രതീക്ഷ എങ്ങനെയാണ് വേണ്ടെന്ന് വെക്കുന്നത്? അവിടെ അഭി തനുവിനെ കല്യാണം കഴിക്കാൻ പോവുകയാണ്. ഇവിടെ നമ്മളോ ഒന്നും ചെയ്യുന്നില്ല. ചെയ്തല്ലേ? നിനക്ക് അവനെ പറഞ്ഞു മനസ്സിലാക്കാൻ വയ്യായിരുന്നോ? സമ്മതിച്ചില്ലെങ്കിൽ വഴക്ക് പറയാം, തല്ലു കൊടുക്കാം, പക്ഷെ ആ തനുവായിട്ടുള്ള കല്യാണം മുടക്കാമായിരുന്നു. നീ എന്ത് സുഹൃത്താണ്? ഇത്ര പോലും ചെയ്യാൻ കഴിഞ്ഞില്ലേ? നീ മിണ്ടാതിരിക്കെ. ഇവൻ സുഹൃത്തിന് വേണ്ടി ചെയ്തതൊന്നും ആരും ചെയ്യില്ല, ആരും ചെയ്യില്ല. അവർ രണ്ടുപേരെ ഒന്നിപ്പിക്കാനുള്ള ഒരവസരവും ഇവൻ കളഞ്ഞിട്ടില്ല. അഭി പ്രിയയോട് അവന്റെ മനസ്സിലുള്ള കാര്യം പറഞ്ഞില്ലേ? അത് ഇവന്റെ അധ്വാനത്തിന്റെ മാത്രം ഫലമാണ്. പക്ഷെ ഇപ്പോൾ ഈ പാവത്തിനൊന്നും ചെയ്യാൻ കഴിയുന്നില്ല. പിന്നെ ചെയ്യാൻ കഴിയുന്നവന് ശരിയും തെറ്റും ഏതാണെന്ന് തിരിച്ചറിയാനും കഴിയുന്നില്ല. പിന്നെ എന്ത് ചെയ്യണമായിരുന്നു? കല്യാണം നടക്കാൻ അനുവദിക്കണോ? തനുവിനെ ഈ വീടിന്റെ മരുമകളാകാൻ അനുവദിക്കണോ? ചേച്ചി, ആ തനു ആലിയും കൂടി അഭിയെ വിരലിൽ അമ്മാനമാടുകയാണ്. അത് നമ്മൾ കണ്ടു നിൽക്കണോ? ഇല്ല, നമ്മൾ കണ്ടുകൊണ്ട് നിൽക്കില്ല. നമ്മൾ ഈ കല്യാണം മുടക്കും. പിന്നെ ഈ കല്യാണം ഒരാൾക്ക് മാത്രമേ മുടക്കാൻ കഴിയൂ. ആരാ? പ്രിയ. വാവ്, എന്താ തോന്നുന്നേ? ഇനി എന്റെ ഊഴവാ. എന്തുപറ്റി? എല്ലാവരും നിനക്ക് മഞ്ഞൾ തേച്ച് തന്നു. ആരുടെ പേരിലുള്ള മഞ്ഞളാണോ അയാൾക്ക് അവകാശം ഉണ്ടാവില്ലേ? നോക്കിക്കോ, ഞാൻ നിനക്ക് മഞ്ഞൾ തേച്ചതിന് ശേഷവും നിനക്ക് ഭംഗി കൂടുന്നത്. തേക്കട്ടെ? വാ തനു, കല്യാണത്തിനുള്ള ഹൽദി ഫംഗ്ഷനും കഴിഞ്ഞു. ഇനി നേരെ കല്യാണവും കഴിയും. കല്യാണം തടയാനുള്ള ശത്രുവും കൂടെയില്ല. ഹൗ സ്വീറ്റ് ഏട്ടാ. തനു വളരെ സ്നേഹത്തോടെയാണ് ഏട്ടന് മഞ്ഞൾ തേക്കുന്നത്. പിന്നെ ഏട്ടന് മഞ്ഞൾ തേച്ചു കൊടുക്കണം, അപ്പോഴേ പിക്ചർ പെർഫെക്റ്റ് ആകും. ഹൗ സ്വീറ്റ് അബി. എത്ര സ്നേഹത്തോടെ നീ എനിക്ക് മഞ്ഞൾ തേച്ച് തന്നേ. താങ്ക് യു, താങ്ക് യു, താങ്ക് യു സോ മച്ച്. ഐ ലവ് യു.
ഞാനിത് എന്താ ചെയ്യുന്നത്? പ്രിയയോട് കല്യാണം കഴിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ട് ഇവിടെ തനുവിൻ്റെ സ്ഥാനത്ത് പ്രിയയെ കാണുവാണല്ലോ. തെറ്റാ ചെയ്യുന്നത്. ഞാനിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന എല്ലാം തെറ്റ് തന്നെയാണ്. പ്രിയയുടെ സ്വപ്നങ്ങളോടും പിന്നെ എന്നോടും. പ്രിയ ചായ കുടിക്കേ. ഇന്നലെ മുതൽ നീ ഒന്നും കഴിച്ചില്ലല്ലോ. അമ്മ, ഞാൻ ചെയ്യുന്നത് ശരിയാണോ? ഞാൻ എവിടെ പോകണോ അമ്മ? ഞാൻ എന്താ ചെയ്യണ്ട അമ്മ? എനിക്കറിയില്ല മോളെ. എന്തെങ്ങനെ നോക്കുന്നത്? നീ ചിന്തിക്കുന്നത് എന്താണെന്ന് എനിക്ക് മനസ്സിലായി. എപ്പോൾ നീ എന്നോട് ചോദ്യം ചോദിച്ചാലും എന്റെ കയ്യിൽ ഉത്തരം ഉണ്ടാകും. പക്ഷെ ഇത്തവണയില്ല. എത്ര നാൾ ഞാൻ നിന്റെ ചോദ്യത്തിനുള്ള ഉത്തരം തരും പ്രിയ? കുട്ടിക്കാലത്ത് നിന്റെ കൈ പിടിച്ച് ഞാൻ നിന്നെ നടക്കാൻ പഠിപ്പിച്ചു. നിന്റെ കൈ പിടിച്ച് നിന്നെ എഴുതാൻ പഠിപ്പിച്ചു. ഒരു നല്ല മനുഷ്യനാക്കാൻ വേണ്ടി ശ്രമിച്ചു. എല്ലാവരെയും സ്നേഹിക്കണം, എല്ലാവരോടും സത്യം പറയണം. ഒരു പക്ഷി തന്റെ കൂട്ടിൽ കുഞ്ഞിന് ആഹാരം നൽകില്ലേ? അതിനുശേഷം അതിനെ ആകാശം കാണിക്കും. പിന്നെ വീണ്ടും ഒന്നും പഠിപ്പിക്കില്ല. ഞാൻ നിന്നെ പഠിപ്പിച്ച് പഠിപ്പിച്ച് തളർന്നു. ഞാൻ പറയുന്നത് നീ ഇത്തവണ സ്വയം തീരുമാനമെടുക്ക്. നിന്റെ മനസ്സ് പറയുന്നത് തീരുമാനിക്ക്. നിന്റെ മനസ്സ് പറയുന്നത്. അവിടെ പോയി അദ്ദേഹത്തോട് എല്ലാ സത്യവും തുറന്നു പറയാന്ന് തോന്നുന്നു. ഒരു തവണ കല്യാണം കഴിഞ്ഞതാണെന്നും ഞാൻ അദ്ദേഹത്തിന്റെ ഭാര്യയാണെന്നും. പക്ഷെ ഞാൻ പറയുന്ന സത്യത്തിന്റെ വില അദ്ദേഹം അനുഭവിക്കേണ്ടി വരില്ല അമ്മ. അദ്ദേഹത്തെ സ്വന്തമാക്കാൻ വേണ്ടി എന്നേക്കുമായി അദ്ദേഹത്തെ നഷ്ടമായാലോ? പിന്നെ തോന്നുന്നു ഞാനൊന്നും ചെയ്തില്ലെങ്കിൽ അദ്ദേഹത്തെ നഷ്ടമായാലോ എന്ന്. എനിക്കൊന്നും മനസ്സിലാവുന്നില്ല അമ്മ. പോണോ വേണ്ടയോ ഒന്നും തല കയറുന്നില്ല. നിനക്ക് എന്താ വേണ്ടത് മോളെ? നീ എന്ത് ചെയ്യണമെന്ന് ഞാൻ പറഞ്ഞു തരണോ? ഞാൻ പറയുന്നു, നീ ഇപ്പോൾ എന്ത് ചെയ്യണമെന്ന് നീ തന്നെ സ്വയം തീരുമാനിക്കണം. എനിക്കറിയാം നിനക്ക് അഭിയില്ലാതെ ജീവിക്കാൻ പറ്റില്ല. നീ അവനെ ഒരുപാട് സ്നേഹിക്കുന്നു. പക്ഷെ നമ്മൾ ആഗ്രഹിക്കുന്നതെല്ലാം നമുക്ക് ജീവിതത്തിൽ ലഭിക്കില്ല. നീ ഇപ്പോ അപകടാവസ്ഥയിലാണ് പ്രിയ. മുന്നോട്ട് വേണമെങ്കിൽ സഞ്ചരിക്കാം, അതല്ലെങ്കിൽ പിന്മാറുകയും ചെയ്യാം. നീ ഇപ്പോ അപകടാവസ്ഥയിലാണ് പ്രിയ. മുന്നോട്ട് വേണമെങ്കിൽ സഞ്ചരിക്കാം, അതല്ലെങ്കിൽ പിന്മാറുകയും ചെയ്യാം. ഇത്തവണ നിനക്ക് പിന്മാറേണ്ടതായിട്ട് വരും. കാരണം നിനക്ക് അവനോട് സത്യാവസ്ഥ പറയണമായിരുന്നെങ്കിൽ നീ വളരെ മുമ്പ് തന്നെ പറഞ്ഞേനെ. പക്ഷെ നിനക്ക് പേടിയായിരുന്നു നീ പറഞ്ഞ അവന്റെ മനസ്സിനെ ബാധിക്കുമെന്ന്. ആ പേടി നിനക്ക് ഇപ്പോഴും ഉണ്ട്. അവൻ എന്തെങ്കിലും പറ്റിയാൽ തന്നെ നിനക്ക് നിന്നോട് തന്നെ ക്ഷമിക്കാൻ കഴിയില്ല. ആ ഭാരം കൊണ്ട് നിനക്ക് ജീവിക്കാൻ പോലും കഴിയില്ല. പിന്നെ എന്തിന് അവന്റെ ജീവിതത്തിൽ നിന്ന് അകല്? ചിലപ്പോ നിങ്ങളുടെ ഒരുമിച്ചുള്ള ജീവിതം ഇതുവരെയേ ഉള്ളൂ. ചിലപ്പോ ഈശ്വരൻ നിങ്ങളെ ഒന്നിച്ച് ജീവിക്കാൻ വേണ്ടി ആയിരിക്കില്ല ജനിപ്പിച്ചത്. അത് നീ മനസ്സിലാക്ക്. എന്നിട്ട് പിന്മാറ്. നിനക്ക് ഇഷ്ടമുള്ള ഒരാൾ ജീവനോടെ ഉണ്ടെന്ന് നിനക്ക് ആശ്വസിക്കാം. ജീവനോടെ എവിടെയെങ്കിലും സന്തോഷമായി. ഈ സന്തോഷം തന്നെ നിനക്ക് വളരെ വലുതാ മോളെ. ബുദ്ധിമുട്ടാണ്, പക്ഷേ പ്രിയ, സ്നേഹം കൊടുക്കാനുള്ളത് മാത്രമല്ല, ചിലപ്പോ ത്യാഗവും ചെയ്യേണ്ടി വരും. നീ ചിന്തിക്കും മോളെ, ആ ത്യാഗം ചിലപ്പോ നിനക്ക് ഈ ജന്മത്തിൽ തന്നെ അനുഭവിക്കേണ്ടി വരും. അവനെ മറക്കൂ, വിട്ടേക്കൂ അവനെ. മുതിർന്നവർ പറയാറില്ലേ, നമ്മുടെ ജീവിതത്തിൽ കഷ്ടതകൾ അനുഭവിച്ചു കഴിഞ്ഞാൽ പിന്നീടുണ്ടാകുന്നത് പിന്നത്തെ ജീവിതം നല്ലതായിരിക്കുമെന്ന്. ഇതിനേക്കാളും വലിയ കഷ്ടത നിന്റെ ജീവിതത്തിൽ ഉണ്ടാകില്ല. നിന്റെ എല്ലാ വിഷമങ്ങളും തീരുകയാണെന്ന് കരുതിക്കോളൂ. ഇനി നിന്റെ ജീവിതത്തിൽ സന്തോഷം മാത്രമേ ഉണ്ടാവൂ. പിന്മാറിക്കോളൂ പ്രിയ, പിന്മാറിക്കോ. ആലിയ, 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 ആലിയ. നീ കണ്ടോ?
അബി അബി എനിക്ക് എത്ര സ്നേഹത്തോടെ മഞ്ഞൾ തേച്ചെന്ന്. ഞാൻ കണ്ടു, ഞാൻ അവിടെ തന്നെ ഉണ്ടായിരുന്നു. എന്ത് രസമായിരുന്നല്ലേ. ഓ മൈ ഗോഡ്, അവന്റെ കണ്ണുകളിൽ ആദ്യമായിട്ട് എന്നോടുള്ള പ്രണയം ഞാൻ കാണുന്നേ. എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. അബി എന്നെ കല്യാണം കഴിക്കുന്നു. ഞാൻ പ്രിയയെ വളരെ പെട്ടെന്ന് തന്നെ തോൽപ്പിച്ചു. ഓ മൈ ഗോഡ്, അവൾക്ക് രണ്ടാമത് എന്റെ മുഖത്ത് പോലും നോക്കാൻ പറ്റാത്ത വിധത്തിലാണ് ഞാൻ തോൽപ്പിച്ചെ. എനിക്ക് തോന്നുന്നു അവൾ എന്റെ കല്യാണത്തിനും വരില്ല എന്ന്. അതുകൊണ്ടല്ലേ ഞാൻ അവളെ ഇൻവൈറ്റ് ചെയ്തേ. എന്നിട്ടും അവൾ ഇതുവരെ ഇവിടെ വന്നിട്ടില്ല. ഇങ്ങനെയാണ് ഒരാളെ ഇല്ലാതാക്കാന്ന് പറയുന്നത്. അലി, I am so happy. I mean, ആ പ്രിയയുടെ പേരിൽ മുഴുവൻ മഞ്ഞളും നീ എന്റെ ശരീരത്തിലാക്കി. നിന്റെ ബെസ്റ്റ് ഫ്രണ്ടിന് വേണ്ടി ഇതൊക്കെ സഹിച്ചൂടെ? നോക്ക്, വാട്ട് ഇസ് ദിസ് നോൺസെൻസ്? മഞ്ഞൾ എന്റെ പുറത്തായത് കണ്ടാ തോന്നും ഈ ഹെൽത്തി ഫംഗ്ഷൻ എന്റെയാണെന്ന്. I'm so happy for you. ഫൈനലി നീ ചിരിച്ചല്ലോ. Actually, you're right. ഒരുപാട് നാൾക്കൾക്ക് ശേഷമാണ് ഇത്രയും ഫീൽ ഫ്രീ ആയിട്ട് തോന്നുന്നത്. തന്നു ആ പ്രിയയുടെ ലൈഫ് ശരിക്കും ഹെല്ലാക്കി കളഞ്ഞു. ഇനി അവൾ ഈ വീട്ടിൽ നിന്ന് പോകുമ്പോൾ എല്ലാം എല്ലാം ഫൈനാക്കാൻ പോകുന്നു. I'm so happy. No. ഇതിനാര് വൃത്തിയാക്കും? നീയോ? ഞാൻ പോയി വൃത്തിയാക്കാം. You just relax. Stay away. I'm watching you. എന്ന് നടക്കാൻ പഠിക്കുമെന്ന് അറിയില്ല. സ്വന്തം റൂമിൽ തന്നെ ഇടയ്ക്കിടയ്ക്ക് വീഴുക. ഒന്ന് ഹെൽപ്പ് ചെയ്യാൻ പോലും ആരുമില്ലല്ലോ. ഞാനുണ്ടല്ലോ, കൈ തരൂ. നീയോ? അതെ, ഞാൻ വരൂ. പതുക്കെ. അങ്ങനെ. നീ ഇവിടെ എന്നെ കാണാൻ വന്നതാ? പിന്നല്ലാതെ, നിങ്ങൾ എന്നെ ഓർത്താ എനിക്ക് വരാതിരിക്കാൻ പറ്റുമോ? പിന്നെ എന്തിനാ എന്നോട് അങ്ങനെ പറഞ്ഞു? എന്തു പറഞ്ഞു? എന്ത് പറഞ്ഞെന്ന് വെച്ചാ, എന്തിനാ നിങ്ങളെ നോക്കാൻ ആരുമില്ലെന്ന് പറഞ്ഞു? ഞാൻ പറഞ്ഞത് ശരിയല്ലേ? എന്നെ നോക്കാൻ ആരുണ്ട്? നിങ്ങളെ നിങ്ങളെ ഒരുപാട് സ്നേഹിക്കുന്നു. നിങ്ങളെക്കുറിച്ച് ഇത്രയധികം ടെൻഷനാകുന്നതിൻ്റെ കാരണം ഞാൻ അത്രയും സ്നേഹിക്കുന്നതുകൊണ്ട്. ഐ ലവ് യു സോ മച്ച്. സത്യം? പിന്നല്ലാതെ, എൻ്റെ ജീവൻ വരെ നിങ്ങൾക്ക് തരും. പക്ഷെ ചോദിക്കരുത്, എനിക്ക് നിങ്ങൾക്കൊപ്പം ജീവിക്കണ്ടേ? എന്നെ അത്രയ്ക്ക് സ്നേഹിക്കുന്നുണ്ടോ നീ? സത്യം പറഞ്ഞ ഞാൻ നിന്നെ ഒരുപാട് സ്നേഹിക്കുന്നുണ്ട്. ഒരുപാട്. ഞാൻ എൻ്റെ ജീവിതം നിന്റെ കൂടെയാണ് ജീവിക്കാൻ ആഗ്രഹിക്കുന്നത്. എൻ്റെ സന്തോഷത്തിൽ നീ വേണമെന്ന് ഞാൻ ആഗ്രഹിച്ചു പോവാ. നീ കൂടെ ഉള്ളപ്പോൾ എൻ്റെ കൂടെ ആരൊക്കെ ഉണ്ടെന്നൊരു തോന്നൽ.
ഇതിപ്പോ എനിക്ക് വിശ്വസിക്കാനേ പറ്റുന്നില്ല. ഒന്ന് സന്തോഷിച്ചാലോ? സന്തോഷം വേണോ ഇനി?